ഭക്തജനങ്ങളെ, ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ അവസരമൊരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് ആദ്യമായി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതിലുപരി ഈ പ്രോഗ്രാം ഇവിടെ നേർച്ചയായി നടത്തുന്നത് തൃക്കടവൂർ വിൻഡെക്സ് ടൈലേഴ്സാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ ക്ഷേത്രത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇന്ന് ശിവരാത്രിയാണല്ലോ. ഒരു ചെറു പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. കവിസന്തതി സന്തതവും തൊഴുമൻ ഭവ നാടകമാടുമരും പൊരുളേ. എന്റെ വിഷയം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രവും ക്ഷേത്ര ഭവന നിർമ്മാണവും. അതായത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോഴും കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും വാസ്തുശാസ്ത്ര വിധി പ്രകാരം വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് എന്താണ് വാസ്തുശാസ്ത്രം. പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ 5 മൂലധാതുക്കളെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രത്തെയാണ് നാം വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. നമ്മുടെ ലോകമുണ്ടായ കാലം മുതൽക്ക് തന്നെ വാസ്തുശാസ്ത്രം നിലനിന്നിരുന്നു. ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിന് പ്രാധാന്യം നിലനിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും. പണ്ട് കാലങ്ങളിൽ കുറച്ച് ഇടവേളകളിൽ ഈ വാസ്തുശാസ്ത്രത്തെ മറികടന്നുകൊണ്ട് ഭവന നിർമ്മാണങ്ങളൊക്കെ നടത്തി തുടങ്ങി. അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. വാസ്തുശാസ്ത്രം പണ്ട് മുതൽക്കേ ഉണ്ട്. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ ആദി മനുഷ്യർ എവിടെയായിരുന്നു ജീവിതം? ആദി മനുഷ്യർ വൃക്ഷങ്ങളിലും ഗുഹകളിലുമൊക്കെ ആയിരുന്നു ആദി സമയങ്ങളിൽ അവർ ജീവിച്ചിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അത് ചെറിയ മുറികൾ കെട്ടിത്തുടങ്ങി, ഏകശാല. പിന്നീട് അത് 2 മുറിയായി മാറി, ദ്വിശാല. പിന്നീട് അത് 3 മുറിയായി, ത്രിശാല. അത് കഴിയുമ്പോഴാണ് പിന്നീട് വന്നത് ചതുർശാല എന്ന് പറയുമ്പോൾ 4 കെട്ട്. ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം തന്നെ 4 കെട്ട് ഓർമ്മയുണ്ട്, ഇല്ലേ? 4 കെട്ട് കാണാത്തവരാരും തന്നെ കാണില്ല. കാരണം ആ 4 കെട്ടുകൾ നിർമ്മിച്ചിരുന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കിഴക്ക് ദർശനത്തിൽ തന്നെ ആയിരുന്നു വച്ചിരുന്നത്. എന്താണ് കിഴക്ക് ദർശനത്തിന് ഇത്രയേറെ പ്രാധാന്യം വരാൻ? വളരെ പ്രാധാന്യമുണ്ട് കിഴക്ക് ദിക്കിന്. ദിക്കുകളെ കുറിച്ച് പറയുമ്പോൾ ആ ദിക്കുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. ഇവിടെ തന്നെ ഈ ക്ഷേത്രം, തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം, ഈ ക്ഷേത്രമല്ലാതെ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്, ഇല്ലേ? ഈ ക്ഷേത്രങ്ങളെല്ലാം വാസ്തുശാസ്ത്ര വിധിപ്രകാരം അല്ലെങ്കിൽ തച്ചുശാസ്ത്ര വിധിപ്രകാരം തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എങ്ങനെ നിർമ്മിക്കണമെന്നും അതിനുള്ളിൽ പ്രതിഷ്ഠിക്കേണ്ട പ്രതിഷ്ഠകൾ എങ്ങനെയായിരിക്കണമെന്നും ശ്രീ ചേതാത് നമ്പൂതിരിപ്പാടിന്റെ ക്ഷേത്ര സമുച്ചയവും തന്ത്ര സമുച്ചയവും എന്ന പുസ്തകത്തിൽ അടിവരയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ അഷ്ടദിക്പാലകരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വാസ്തുശാസ്ത്രം നിലകൊള്ളുന്നത്. കാരണം നമുക്ക് ഈ ലോകം നിയന്ത്രിക്കുന്നത് അഷ്ടദിക്പാലകരാണെന്നാണ് പറയുന്നത്. ആരാണ് ഈ അഷ്ടദിക്പാലകർ?
അത് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. കാരണം ഏറ്റവും കൂടുതൽ ഈ വാസ്തുശാസ്ത്രവും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്റെ സഹോദരിമാരാണ്. കാരണം ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് സ്ത്രീയാണ്, അമ്മയാണ്. ആ വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് കാരണം വാസ്തുശാസ്ത്ര വിധി പ്രകാരം തന്നെയായിരുന്നു പണ്ട് കാലങ്ങളിൽ എല്ലാം ഭവനങ്ങൾ നിർമ്മിച്ചിരുന്നത്. ക്ഷേത്രങ്ങൾ വല്ലതും നിർമ്മിക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാം വാസ്തുശാസ്ത്ര വിധി പ്രകാരം. കാരണം അതിന്റെ ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെ പോയിട്ടുള്ളവർക്ക് കാണാം, അതിന്റെ തൂണുകളിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്, ഈ ക്ഷേത്രം ഇത്ര കോൽ ഇത്ര അങ്കുലത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാലുകെട്ടുകൾ നിർമ്മിച്ചപ്പോഴും അതിന്റെ ചുറ്റളവുകൾ കണക്ക് കൂട്ടിക്കൊണ്ട് അവിടെ കൊത്തിവെക്കുമായിരുന്നു, അല്ലെങ്കിൽ എഴുതി വെക്കുമായിരുന്നു, ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ചതുർശാല, ഈ നാലുകെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത്ര കോൽ ഇത്ര അങ്കുലത്തിലാണെന്ന്. ഇന്ന് ഈ കോലെല്ലാം കാലഹരണപ്പെട്ടു പോയിരിക്കുകയാണ്. അതിപ്പോൾ മെഷർമെന്റ് ടേപ്പായി മാറിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നമ്മുടെ വിശ്വകർമാക്കൾ ഒരു വീടിന് സ്ഥാനം കാണാൻ വിളിച്ചാൽ അദ്ദേഹം കുളിച്ച് ചെവിയിൽ 2 തുളസി പൂവൊക്കെ വെച്ച് ശുഭവസ്ത്രധാരിയായി ഒരു അളവ് കോലുമായിട്ടായിരുന്നു നമ്മുടെ ഭവനങ്ങളിൽ വന്ന് അത് കണക്കുകൂട്ടി വർക്ക് ചെയ്യുന്നത്. ഇന്നത് മാറി. പക്ഷെ എന്താണ് ആ കൊണ്ടുവരുന്ന അളവ് കോല്? ഒരു കോല് എന്ന് പറയുന്നത് 24 അങ്കുലം ചേരുന്നതാണ് ഒരു കോല് എന്ന് പറയുന്നത്. അപ്പൊ അങ്കുലം എന്താണ്? ഒരങ്കുലം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് ഒരു അങ്കുലം എന്ന് പറയുന്നത്. അത് പണ്ട് കാലങ്ങളില് ഒരു വസ്തുവിൽ ഒരു ഭവനം നിർമ്മിക്കണമെങ്കിൽ അതിനകത്ത് നെല്ല് പാകി, നെല്ല് വിതച്ച് അതിന്റെ വിളവെടുത്ത് 8 നെന്മണി വെക്കുമ്പോഴാണ് 3 സെന്റിമീറ്റർ ആയി മാറുന്നത്, ഒരങ്കുലമായി മാറുന്നത്. അതിൽ നിന്നാണ് ഇതിന്റെ കണക്ക് ഉത്ഭവിച്ചു തുടങ്ങിയത്. ഇന്ന് കോലില്ല. ഒരു കോല് എന്ന് പറയുന്നത് 24 അങ്കുലം ചേരുന്നതാണ് ഒരു കോല്. ആ കോല് വെച്ച് കണക്ക് കൂട്ടിയായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാലുകെട്ടുകൾ തച്ചുശാസ്ത്ര വിധിപ്രകാരം ആരുടെ രീതിയിൽ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ നാലുകെട്ടുകൾ പൊളിക്കുമ്പോൾ അത് തോന്നിയതുപോലെ പൊളിക്കാൻ പാടില്ല. അറിയാവുന്ന ആൾക്കാരെ വിളിച്ച് കാണിച്ചതിന് ശേഷം മാത്രം വേണം അത് പൊളിച്ച് അതിന്റെ കൂടെ എക്സ്റ്റൻഷനൊക്കെ നടത്തുമ്പോൾ ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഈ അഷ്ടദിക്പാലകരെന്ന് പറഞ്ഞില്ലേ, 8 ദേവന്മാരാണ് നമ്മുടെ ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്. അപ്പൊ നമുക്ക് ആ അഷ്ടദിക്പാലകരെ ഒന്ന് പരിചയപ്പെടാം. ആ അഷ്ടദിക്പാലകരുടെ ഡ്യൂട്ടി എന്താണ്? അവരെന്താണ് നമുക്ക് തരുന്നത്? അവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് നാം അറിയണം. ഈ 8 ദിക്കുകൾക്കും 8 ദേവന്മാരാണ്. ഓരോ ദേവന്മാരുടെയും പ്രാധാന്യം വളരെ വലുതാണ്. നമുക്ക് ആദ്യമായിട്ട് കിഴക്ക് ദിക്ക് തന്നെ എടുക്കാം. 8 ദിക്കെന്ന് പറഞ്ഞില്ലേ, ആ 8 ദിക്കെന്ന് പറയുന്നത് 4 മെയിൻ ദിക്കുകളും 4 കോൺ ദിക്കുകളും കൂടി ചേരുന്നതാണ് ഈ 8 ദിക്ക് എന്ന് പറയുന്നത്. ആ 8 ദിക്കുകൾക്കും 8 ദേവന്മാരാണ്. അപ്പൊ 4 മെയിൻ ദിക്കുകൾ ഏതൊക്കെയാണ്? മെയിൻ ദിക്ക് എന്ന് പറയുമ്പോൾ കിഴക്ക് ദിക്ക്, കിഴക്ക് കഴിഞ്ഞാൽ തെക്ക് ദിക്ക്, തെക്ക് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദിക്ക്, പടിഞ്ഞാറ് കഴിഞ്ഞാൽ വടക്ക് ദിക്ക്. ഇങ്ങനെ 4 മെയിൻ ദിക്കും പിന്നീട് 4 കോൺ ദിക്കുകളുമാണ്. ഏതാണ് ഈ കോൺ ദിക്കുകൾ? കോൺ ദിക്ക് കിഴക്കിന്റെയും തെക്കിന്റെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായ കോൺ ദിക്ക് ഒന്ന്. ആ കോൺ ദിക്കിനെയാണ് അഗ്നികോൺ എന്ന് പറയുന്നത്. ആ അഗ്നികോണ് അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സാക്ഷാൽ തെക്ക് ദിക്കാണ്. തെക്ക് ദിക്ക് ആരാണ് ഭരിക്കുന്നത്? സാക്ഷാൽ യമദേവന്റെ ദിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ മരിക്കുമ്പോൾ തെക്ക് സൈഡിൽ അടക്കുന്നതിന്റെ കാരണം മരിച്ചു കഴിഞ്ഞാൽ യമദേവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്.
ഒരു സൃഷ്ടി നടത്തുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പാത്രമാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത്. ആ ഒരു ഗർഭപാത്രത്തിൽ ഒരു സൃഷ്ടി നടത്തി കഴിയുമ്പോൾ ആദ്യമായി ആ സൃഷ്ടിയെ ശനിദേവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. ശനിദേവന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അല്ലയോ ശനിദേവ, നീ ഈ കുട്ടിക്ക് ആയുസ് നൽകിക്കൊള്ളുക. അപ്പൊ ശനിദേവൻ ആയുസ് നൽകുന്നു. ശനിദേവൻ കൊടുത്ത ആയുസ് 90 വയസ്സാണെങ്കിലും 100 വയസ്സാണെങ്കിലും 110 വയസ്സാണെങ്കിലും ആ ആയുസ് തീരുമ്പോൾ നമ്മെ കൊണ്ടുപോകാനായി വരുന്നു സാക്ഷാൽ യമദേവൻ. ആയുസ് നൽകിയ ശനിദേവന്റെ മൂത്ത സഹോദരനാണ് സാക്ഷാൽ യമദേവൻ. ആ യമദേവന്റെ സ്ഥാനമാണ് തെക്ക് സൈഡ് എന്ന് പറയുന്നത്. യമദേവൻ നമ്മൾ എവിടെ പോയിരുന്നാലും ശരി തന്നെ, എങ്ങനെ പോയി ഒളിച്ചിരുന്നാലും ശരി തന്നെ, നമ്മൾ യമദേവൻ വിളിക്കുന്ന സമയത്ത് പോയേ പറ്റൂ. യമദേവൻ വിളിച്ചാൽ പോകില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരിക്കോ സഹോദരനോ പറയാൻ കഴിയുമോ ഞാൻ പോകില്ല എന്ന്? പറ്റുമോ? പറ്റില്ല. ഈ ഞാൻ സഹിതം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യമദേവന്റെ അടുത്ത് പോകേണ്ടവരാണ്. പക്ഷേ യമദേവന്റെ അടുത്ത് പോകാത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതായത് യമദേവൻ വിളിച്ചിട്ട് പോകാതിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാമോ? മാർക്കണ്ഡേയൻ. ഭക്ത മാർക്കണ്ഡേയൻ എന്ന് പറയില്ലേ? ആ മാർക്കണ്ഡേയൻ മാത്രമാണ് യമദേവന്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തിയത്. നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണം നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ വിശ്വകർമാക്കൾക്ക് ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്താണ് വിശ്വകർമാക്കൾക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകാൻ കാരണം? ഒരു വീടിന്റെ സ്ഥാനം കാണണമെങ്കിൽ ഒരു വിശ്വകർമാവിനെ തന്നെയാണ് വിളിക്കേണ്ടത്. എന്താണ് അതിന്റെ കാരണം? കാരണം വിശ്വകർമാവിന്റെ ജനനം എന്ന് പറയുന്നത് ത്രിലോകനാഥനായ 3 കണ്ണുള്ള പരമശിവന്റെ 3ാം കണ്ണിൽ നിന്നും പുറത്തു വന്ന ആൾക്കാരാണ് വിശ്വകർമാക്കൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആ വിശ്വകർമാവ് പുറത്തു വന്നപ്പോൾ 8 കൂട്ടം പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് വന്നത്. പൂണുനൂല്, ഗ്രന്ഥം, കുട, അഷ്ടഗന്ധം, കലശം, ചിത്രപ്പുല്ല്, മുഴക്കോൽ, ഇങ്ങനെ തുടങ്ങിയ 8 കൂട്ടം കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അളവിന്റെ സാധനമായിരുന്നു അളവ് കോല് എന്ന് പറയുന്നത്. ആ അളവ് കോലുമായിട്ടായിരുന്നു വിശ്വകർമാക്കൾ നമ്മുടെ ഭവന നിർമ്മാണം നടത്തുമ്പോൾ ആ കൊണ്ടുവരുന്ന അളവ് കോല്. അത് വെച്ചുകൊണ്ടാണ് അതിന്റെ ചുറ്റളവുകൾ കണക്കുകൂട്ടി വീടിന് സ്ഥാനം കാണുന്നതുമല്ല. അപ്പൊ നമ്മള് യമദേവനെയാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? ആ തെക്ക് ദിക്കിന്റെ ദേവൻ യമദേവൻ. ആ യമദേവന്റെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ദിക്ക് അല്പം പിശകുള്ള ദിക്കാണ്. അല്പം ഭയപ്പെടേണ്ട ഒരു ദിക്ക് കൂടിയാണ്. കാരണം ആ മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത്. കോണ്ടിക്കാണ്. അതായത് തെക്ക് പടിഞ്ഞാറേ മൂല, കന്നിമൂല. അവിടെ മാത്രമാണ് അഷ്ടദിക്പാലകരിൽ 8 ദേവന്മാർ നിയന്ത്രിക്കുമ്പോൾ അതിൽ ഒരു പിശാച് നിയന്ത്രിക്കുന്ന മൂല, അതിനെയാണ് കന്നിമൂല എന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ദിക്കും എന്നും പറയാറുണ്ട്. ഗണപതി അവിടെ ഇരുത്താറുണ്ട്. ഗണപതി മൂല, കന്നിമൂല എന്ന് പറയും. ചില ക്ഷേത്രങ്ങളിൽ അവിടെ ഈ ഗണപതി ഭഗവാന്റെ സ്ഥാനം, അല്ലെങ്കിൽ നാഗരാജാവിന്റെ സ്ഥാനം, അല്ലെങ്കിൽ യക്ഷി, മാടൻ, മറുത, ഇങ്ങനെ പോകുന്നു. കന്നിമൂലയുടെ സ്ഥാനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മൂലയാണ്. അതുകൊണ്ടാണ് ഭവന നിർമ്മാണം നടത്തുമ്പോൾ ഏറ്റവും വൃത്തിയായി കിടക്കേണ്ടുന്ന മൂലയും കന്നിമൂലയാണ്. അതായത് തെക്ക് പടിഞ്ഞാറേ മൂല. അവിടെ തീയിട്ട് കത്തിക്കരുത്. സെപ്റ്റിക് ടാങ്കുകൾ വരാൻ പാടില്ല. അടുക്കള വരാൻ പാടില്ല. ഇങ്ങനെ കുറെ നിർബന്ധ ബുദ്ധി അവിടെ ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ മാത്രമാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നശീകരണമാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും
കന്നിമൂല വൃത്തിയായി കിടക്കണം. ആ ഭാഗം ഉയർന്നു കിടക്കുന്നത് നല്ലതാണ്. കറയുള്ള വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ, ആ കന്നിമൂല കഴിയുമ്പോൾ പിന്നീട് വരുന്ന ദിക്ക് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിക്കാണ്. ആ പടിഞ്ഞാറ് ദിക്കിന്റെ അധിപൻ ആരാണെന്നറിയാമോ? സാക്ഷാൽ വൃഷ്ടിയുടെ ദേവൻ, മഴ നൽകുന്ന ദേവൻ. നമുക്ക് മഴ തരണമെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത് വൃഷ്ടിയുടെ ദേവനെയാണ്. ആ വൃഷ്ടിയുടെ ദേവനാണ് പടിഞ്ഞാറിരിക്കുന്നത്. പക്ഷേ അതിന് വളരെയേറെ പ്രാധാന്യം ഉണ്ട് എന്ന് പറയാൻ കാരണം, കിഴക്ക് ദിക്കിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഇന്ദ്രദേവനാണ്. ഇന്ദ്രദേവനാണ് നമുക്ക് സർവ്വവിധ ഐശ്വര്യവും കൊണ്ടുതരുന്നത്. അത് ഈ ഇന്ദ്രദേവൻ സ്വർണ നിറധാരിയായി അദ്ദേഹത്തിന്റെ വാഹനം ആയ ഐരാവതത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പായി അദ്ദേഹം പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകുന്നു. പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകുമ്പോൾ നമ്മെ എല്ലാം തന്നെ ആശീർവദിച്ചു കൊണ്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകിക്കൊണ്ടാണ് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകുന്നത്. അതായത് ഇന്ദ്രദേവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ് സാക്ഷാൽ വൃഷ്ടിയുടെ ദേവൻ, മഴയുടെ ദേവൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മഴയില്ലാതിരുന്നാൽ നമ്മുടെ ഭൂമി എങ്ങനെയിരിക്കും? ഒരു മരുഭൂമിയായി മാറില്ലേ? ഇവിടെ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പുല്ലുകൾ ഏതെങ്കിലും മുളയ്ക്കുമോ? ഏതെങ്കിലും വൃക്ഷം ഇവിടെ നിൽക്കുമോ? ഇല്ല. അപ്പൊ അത്രയേറെ പ്രാധാന്യമുണ്ട് ആ പടിഞ്ഞാറ് ദിക്കിന്, വൃഷ്ടിയുടെ ദേവൻ. അതുപോലെ തന്നെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോഴും ആ വീടിന്റെ മധ്യസ്ഥാനത്തു കൂടി പോകുന്ന ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനാണ് നാലുകെട്ടുകൾ പണ്ടുകൾ ചെയ്തപ്പോൾ അതിന്റെ മധ്യഭാഗത്തായി ഡോറ് കൊടുക്കുകയും ആ ഡോറ് പടിഞ്ഞാറ് അല്ല വടക്ക് സൈഡിലേക്ക് തുറക്കുകയും ആ ഡോറ് തുറന്നാൽ നമ്മുടെ കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭിത്തി ഓപ്പൺ ആയി കിടക്കും. ഒന്നുകിൽ ഡോർ അല്ലെങ്കിൽ വിൻഡോ. ഏത് വീടിനാണെങ്കിലും ആ ബ്രഹ്മസൂത്രം കറക്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ഡോറ് തുറന്നാൽ അതിന്റെ അതേ ഭാഗം ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നാലുകെട്ടുകൾ ചെയ്തപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, കിഴക്ക് ദിക്കിന്റെ അധിപനായ നമുക്ക് എല്ലാവിധ സർവ്വവിധ ഐശ്വര്യവും നൽകുന്നതായ സാക്ഷാൽ ഇന്ദ്രദേവൻ ആ ദിക്കിലേക്ക് പോകണം, പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകണം. നമുക്ക് അനുഗ്രഹം നൽകി വേണം പോകാൻ. ആ ഒരു ബ്രഹ്മസൂത്രം നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് വലിയ അഭിവൃദ്ധിയൊന്നുമില്ലാതെ സന്തോഷകരമല്ലാത്ത ജീവിതം നയിച്ചു പോകുന്നത്. നമ്മുടെ സഹോദരിമാരെ ചില വീടൊക്കെ വെച്ചിട്ട് കയറിയിട്ട് ചിലപ്പോൾ കുറച്ചു കാലം കഴിയുന്നവരെ പറയും, ആ വീടിനുള്ളിൽ കയറിയിട്ട് യാതൊരു ഐശ്വര്യവുമില്ല, യാതൊരു സ്വസ്ഥതയുമില്ല, പണത്തിന് വളരെയേറെ ദാരിദ്ര്യം, പണം വന്നാൽ കയ്യിൽ നിൽക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ദാരിദ്ര്യത്തിലേക്ക് പോകും എന്ന്. വാസ്തുശാസ്ത്ര വിധിപ്രകാരം ഒരു ഭവനം നല്ലതാണോ എന്ന് പോലും നോക്കുന്നത് ഒരു മാർക്കിന്റെ ബേസിലാണ്. കാരണം എത്ര മാർക്ക് ഒരു 100-ൽ ഒരു 60-ന് മുകളിലോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ആ ഭവനം വാസയോഗ്യം അല്ലെങ്കിൽ സന്തോഷകരമായ ആനന്ദപ്രദമായ ജീവിതം നയിക്കാൻ പറ്റൂ എന്ന് പറയും. ഒരു 35-ഓ 40-ഓ ഒക്കെ മാർക്ക് കിട്ടുന്ന ഭവനങ്ങൾ താമസിക്കാനേ കൊള്ളില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ അതാണ് ആ വടക്ക് ദിക്കിന്റെ പ്രാധാന്യം. വടക്ക് ദിക്ക് കഴിയുമ്പോൾ പിന്നീട് വരുന്നത് ഒരു കോൺദിക്കാണ്. ആ കോൺദിക്കിനെയാണ് പറയുന്നത്, അതായത് വടക്കിന്റെയും കിഴക്കിന്റെയും കോൺദിക്ക്. ആ കോൺദിക്കിനെയാണ് പറയുന്നത് സാക്ഷാൽ ഈശ്വരന്റെ കോണ് അല്ലെങ്കിൽ ഈശാന കോണ് എന്ന് പറയുന്നത്.
അവിടെയാണ് പൂജാമുറിയുടെ ഒന്നാം സ്ഥാനം. ഏറ്റവും നല്ല സ്ഥാനം, പൂജാമുറിക്ക് പറ്റിയ സ്ഥാനം, കിണറിന്റെ സ്ഥാനവും അവിടെയാണ്. വടക്ക് കിഴക്കേ കോണിൽ മീനൻ രാശിയിൽ വരുന്ന കിണറുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ആ ഭാഗവും നമ്മൾ എപ്പോഴും വൃത്തിയായി കിടക്കണം. കാരണം എന്താണ്? ഈശ്വരന്റെ കോണാണത്. ആ കോണ്ടിക്ക് കഴിഞ്ഞാൽ പിന്നീട് കിഴക്ക് ദിക്കാണ്. ആ കിഴക്ക് ദിക്കിൽ നിന്ന് അവസാനിക്കുന്നു. അതാണ് ഇന്ദ്രദേവന്റെ ദിക്ക്. അതുകൊണ്ട് ഏറ്റവും ഐശ്വര്യമുള്ള ദിക്ക് എന്ന് പറയുന്നത് സാക്ഷാൽ കിഴക്ക് ദിക്കാണ്. അതുകൊണ്ടായിരുന്നു നമ്മുടെ മുത്തച്ഛിമാര് പണ്ട് കാലങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി കിഴക്ക് ദിക്കിൽ കുളിച്ച് വൃത്തിയായി ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലേ? അപ്പൊ ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ തുടങ്ങുന്നത് കിഴക്ക് ദിക്കിൽ നിന്നാണ്. ആ കിഴക്ക് ദിക്കിൽ നിന്നും തുടങ്ങുമ്പോൾ ഈ അഷ്ടദിക്പാലകരെല്ലാവരും അവരുടെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങണം. ഒരു ദിവസം തുടങ്ങുകയാണ്. അപ്പൊ ആ ദിവസം തുടങ്ങുന്നത് തന്നെ കിഴക്ക് ദിക്കിൽ നിന്നാണ്. അത് നമ്മളുടെ സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പായി ഒരു 4-4:30 മണി സമയം നമ്മൾ ശ്രദ്ധിച്ചാൽ ചില ക്ഷേത്രങ്ങളിൽ ഒരു പ്രാർത്ഥനാ ഗീതം നമുക്ക് കേൾക്കാൻ കഴിയും. ഏതാണ് ആ പ്രാർത്ഥനാ ഗീതം? അറിയാം? കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ, അല്ലേ? ആ ഗാനം എന്താണ്? ദേവന്മാരെ എല്ലാം ഉണർത്തുകയാണ്. അല്ലയോ കൗസല്യയുടെ ഉത്തമപുത്ര, നീ എഴുന്നേൽക്കൂ, നീ നിന്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഷ്ടദിക്പാലകരെ വിളിച്ചുണർത്തി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടാൻ പറയുകയാണ്. അതാണ് ആ പ്രാർത്ഥനാ ഗീതം. അഷ്ടദിക്പാലകരാണ് മൊത്തം നിയന്ത്രിക്കുന്നത്. ഭവനം നിർമ്മിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. വാസ്തുവിധി പ്രകാരം നിർമ്മിക്കുന്ന ഒരു ഭവനത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം, സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയും എന്ന് അടിവരയിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഏതാണ്ട് 35 വർഷത്തിലധികമായി വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വാസ്തുശാസ്ത്രത്തെ മറികടന്നുകൊണ്ട് നിർമ്മിച്ച ഭവനങ്ങളിലാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ദുർഭരണങ്ങളും കേസും വഴക്കും അടിയും വെട്ടും കുത്തും എല്ലാം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഭവനങ്ങളിലാണെന്നാണ്. നിങ്ങൾക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാം. വാസ്തുശാസ്ത്രവുമായി ബന്ധമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. എത്രയോ ഭവനങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി, ഈ ഒരു വീട് വെക്കണമെങ്കിൽ നമുക്ക് ഭൂമി വേണം. ആ ഭൂമി വാങ്ങുമ്പോഴും അറിയാവുന്ന ഒരു വ്യക്തിയെ ഒന്ന് കാണിച്ചതിന് ശേഷം വേണം ആ ഭൂമിക്ക് നാം അഡ്വാൻസ് കൊടുക്കുവാൻ. എന്താ കാരണമെന്നറിയാമോ? എല്ലാ ഭൂമികളും ഭവന നിർമ്മാണത്തിന് അനുയോജ്യമാണെന്ന് പറയുന്നില്ല. നമുക്ക് കാണാൻ കഴിയും ഏതെല്ലാം തരത്തിലുള്ള ഭൂമിയാണ് നമുക്കുള്ളത്. ട്രയാങ്കിൾ മോഡലിലുള്ള വസ്തുക്കളുണ്ട്, കാക്കയുടെ മുഖം പോലിരിക്കുന്ന വസ്തുവുണ്ട്, മൃദംഗത്തിന്റെ മോഡലിലിരിക്കുന്ന വസ്തുവുണ്ട്, ആമയുടെ മുതുക് പോലിരിക്കുന്ന ആ വസ്തുക്കളുണ്ട്, അമീബയുടെ മോഡലിലുള്ള വസ്തുക്കളുണ്ട്. ഇങ്ങനെ ധാരാളം ഷേപ്പ് ഉള്ളതും ഷേപ്പ് അല്ലാത്തതുമായിട്ടുള്ള ധാരാളം വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ വസ്തുക്കളും ഭവന നിർമ്മാണത്തിന് അനുയോജ്യമാണെന്ന് പറയുന്നില്ല. കാരണം ഒരു ഭവനം നാം നിർമ്മിക്കുമ്പോൾ നമ്മുടെ ജീവിതം അമ്മയും അച്ഛനും മക്കൾമാരും ഒത്ത് സന്തോഷകരമായ ആനന്ദപ്രദമായ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് നാം ഒരു ഭവനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം നാം അത് ചെയ്യേണ്ടതായുണ്ട്. വാസ്തുശാസ്ത്രം അറിയാവുന്ന ഒരു വ്യക്തിയെ വിളിച്ച് കാണിച്ച് ആ ഭൂമി കൊള്ളാമോ എന്ന് നോക്കിയിട്ട് വേണം അഡ്വാൻസ് കൊടുക്കുവാൻ. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൻ്റെ മുൻവശത്ത് പള്ളികളുണ്ടോ, ക്ഷേത്രങ്ങളുണ്ടോ, കുളങ്ങളുണ്ടോ, ആ റോഡ് എങ്ങനെയാണ് പോകുന്നത്, ആ വസ്തുവിന്റെ കിടപ്പ് എങ്ങനെയാണ്, അതിന് ജലത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നോക്കിയതിന് ശേഷം ആ വസ്തു
ഭവന നിർമ്മാണത്തിന് അനുയോജ്യമാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൈ കൊടുക്കാം. അതിനുശേഷം ആ വസ്തുവിൽ അനുയോജ്യമായ വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്ത് അത് വെച്ച് വേണം നിങ്ങൾ പണി തുടങ്ങുവാൻ. കാരണം ഐശ്വര്യസമ്പൂർണമായ ജീവിതം കെട്ടിപ്പടുത്ത് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഇത്രയും വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സഹോദരിമാരാണ്. കാരണം ഓരോ മുറികൾക്കും സ്ഥാനമുണ്ട്. ആ പ്ലാൻ വീട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ബെഡ്റൂമിന് സ്ഥാനമുണ്ട്. പൂജാമുറി വേണമെങ്കിൽ പൂജാമുറിക്ക് സ്ഥാനമുണ്ട്. പക്ഷേ വാസ്തുവിൽ വീടിനുള്ളിൽ പൂജാമുറി വേണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ പൂജാമുറി വരുന്നെങ്കിൽ ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഈശാന കോണാണ്. വടക്ക് കിഴക്കേ കോണ് ഏറ്റവും നല്ലത്. പിന്നെയും പൂജാമുറികൾക്ക് സ്ഥാനമുണ്ട്. എല്ലാത്തിനും 1, 2, 3, 4 സ്ഥാനങ്ങളുണ്ട്. അടുക്കളയ്ക്ക് 4 സ്ഥാനങ്ങളുണ്ട്, പൂജാമുറിക്കുണ്ട്, ബെഡ്റൂമിനുണ്ട്, പിന്നെ കാർ പാർക്കിങ്ങിനുണ്ട്. ഇതിനെല്ലാം സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ബെഡ്റൂം വരുന്നു. ഒരു ഭവനത്തിന്റെ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ആ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും സുഖനിദ്ര കിട്ടാൻ വേണ്ടിയുള്ള ആ റൂമാണത്. ആ ബെഡ്റൂം വരുന്നത് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കന്നിമൂല ഭാഗത്ത് കിട്ടുന്നതാണ്. കന്നിമൂല എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, ആ കന്നിമൂലയിൽ വരുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ തെക്കായിട്ട് തലവെച്ച് തന്നെ കിടക്കണം. ചിലര് പറയും തെക്കോട്ട് തലവെക്കാൻ പാടില്ല എന്ന്. ഇങ്ങനെയല്ല. വാസ്തുശാസ്ത്രത്തിൽ അടിവരയിട്ട് പറയുന്നു, തലഭാഗം തെക്കോട്ട് തന്നെ വെച്ച് വേണം കിടക്കുവാൻ. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയും കിട്ടും. അതുകൊണ്ട് തെറ്റായ ധാരണയാണ് തിരിച്ചു പറയുന്നത്. എല്ലാ വീടുകൾക്കും ചിലർ പറയാറുണ്ട്, ഓ തെക്കോട്ടുള്ള ദർശനം ആ വീടിന് അത്ര കണ്ട് നല്ലതല്ല എന്ന്. തെറ്റാണ്. കാരണം വാസ്തുശാസ്ത്രത്തിൽ ഈ 4 ദിക്കുകൾക്കും പ്രാധാന്യമുണ്ട്. ഏറ്റവും 1ാം സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ദർശനത്തിൽ വരുന്ന ഭവനങ്ങൾക്കാണ്. പിന്നീട് വരുന്നത് 2ാം സ്ഥാനം എന്ന് പറയുന്നത് വടക്കോട്ട് ദർശനം വരുന്ന വീടുകൾക്ക്. 3ാം സ്ഥാനം പടിഞ്ഞാറ് ദർശനത്തിൽ വരുന്ന ഭവനങ്ങൾക്ക്. തെക്കോട്ട് വരുന്നത് 4ാം സ്ഥാനത്തായി പോകുന്നു എന്നേ ഉള്ളൂ. യാതൊരു ദോഷവുമില്ല. തെക്ക് ദർശനത്തിലും ആകാം. അപ്പൊ 4 മെയിൻ ദിക്കുകളിലേക്കും നമ്മുടെ ഭവനങ്ങളുടെ ദർശനമാകാം. ഒരു പ്രശ്നവുമില്ല. പക്ഷേ കോൺദിക്കുകളിലേക്ക് ദർശനം പാടില്ല. ഏതാണ് കോൺദിക്ക്? കിഴക്കിന്റെയും തെക്കിന്റെയും കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായ ആ കോൺദിക്കിലേക്ക് ഫേസ് ചെയ്യരുത്. ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് നമ്മുടെ ശരീരഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ഹൃദയമല്ലേ? അതുപോലെ തന്നെ ഇവിടെ വാസ്തുശാസ്ത്രത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്, വാസ്തു ശാസ്ത്ര ഈസ് ദി ഹാർട്ട് ഓഫ് ഹോംസ്. വീടിന്റെ ഹൃദയമാണ് വാസ്തു. ആ വാസ്തുവിനെയാണ് മറികടന്നുകൊണ്ട് നമ്മുടെ മനുഷ്യർ ഭവനങ്ങൾ നിർമ്മിക്കുന്നത്. നിർമ്മിക്കാൻ പാടില്ല എന്ന കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എല്ലാവരും ഓടി വരും. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. സംശയം, എല്ലാവർക്കും സംശയമാണ്. ഈ സംശയങ്ങൾ ചിലപ്പോൾ പുറത്തു പറയാൻ അവർക്ക് മടിയാണ്. ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ പല സഹോദരന്മാരൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കും ചോദിക്കാം. ഏതു സമയത്തും നിങ്ങൾക്ക് സംശയങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കാം. അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കാരണം അറിഞ്ഞുകൊണ്ട് ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ദുരിതത്തിൽ ആഴ്ത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പോഴെന്തൊക്കെയാണ് നടക്കുന്നത്? വെട്ടും കുത്തും അടിയും കൊലയും എല്ലാം. നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം താളം തെറ്റി. എല്ലാം മദ്യത്തിനും ലഹരികൾക്കും അടിമയായി മാറുന്നു. ഒരു വീട്ടിലും ചെറുപ്പക്കാരില്ല. എല്ലാവരും ഇവിടെ നാട് വിട്ടു പോവുകയാണ്. ശരിയല്ലേ?
നമ്മുടെ ന്യൂ ജനറേഷൻ മൊത്തം ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ കുഴപ്പത്തിലേക്കും വന്നു വീഴുന്നു. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഹോസ്പിറ്റലുകൾ നിറയുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരെ കൈയൊഴിയുകയാണ്. കാരണം അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം നമ്മുടെ നാട് മാറിയിരിക്കുന്നു. നാം ഒരു വീടിനെ സംബന്ധിച്ച് നല്ല ഒരു വീട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ആ വീടിനുള്ളിൽ നമ്മുടെ കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ ഒത്ത് സന്തോഷകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അധ്വാനത്തിന്റെ മൂല്യം എടുത്തുകൊണ്ട് നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലായി ഓൾഡ് ഏജ് ഹോമുകൾ വന്നിട്ടുണ്ട്, അല്ലേ? എന്തിനാണ്? നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് വന്നിട്ടുള്ള അച്ഛനമ്മമാരെ കൊണ്ട് തള്ളുവാൻ. അമ്പലങ്ങളിലും അമ്പല കോമ്പൗണ്ടുകളിലും വയലേലകളിലും ക്ഷേത്ര കോമ്പൗണ്ടിലും ഒക്കെ അച്ഛനമ്മമാരെ കൊണ്ട് തള്ളുകയാണ്. ഉറക്കമൊഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് പരമശിവന്റെ അനുഗ്രഹവും ഒക്കെ വാങ്ങി നമ്മൾ നിൽക്കുന്നവരാണ്, അല്ലേ? ഈ ഒരു ദിവസം ആരും പോളെ കണ്ടുപോലും അടച്ചിട്ടില്ല. എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ പ്രാർത്ഥന. ഇന്ന് പരമശിവന്റെ ആ ദിനമാണ്, പരമശിവന്റെ ദിവസമായിരുന്നു. എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് മറിഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഇതിനേക്കാൾ ഭയങ്കരമാണ് ശിവരാത്രി ദിവസം ആലുവ ക്ഷേത്രത്തില്, ശിവക്ഷേത്രത്തില് ജനലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. എന്താണ്? ദൈവവിശ്വാസം വേണം. ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പറ്റുമോ? എവിടെയും എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും ചില സമയം അവൻ അറിയാതെ വിളിച്ചു പോകും ദൈവമേ എന്ന്, അല്ലേ? ദൈവമേ എന്നറിയാതെ വിളിച്ചു പോകും. ഈ അടുത്ത സമയത്ത് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒന്ന് ചെന്നു. അവിടെ ഒരു അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗി. ഡോക്ടർമാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. വെളിയിൽ നിൽക്കുന്ന വ്യക്തി ചോദിച്ചു, ഡോക്ടറെ എങ്ങനെയുണ്ട്? എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ് എന്ന് പറയുകയാണ്. അപ്പൊ അത്രയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരും ദൈവവിശ്വാസികളാകണം. അമ്പലങ്ങളിൽ പോകണം, ദേവീദേവന്മാരെ പ്രാർത്ഥിക്കണം, ഇതെല്ലാം ചെയ്യണം. ഒരമ്പലം എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ സ്ഥാനമാണ്, അല്ലേ? ഇവിടെ നിൽക്കുന്നു ഈ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ കാണുന്ന ആ സ്വർണ്ണ കൊടിമരമുണ്ടല്ലോ, ആ കൊടിമരം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവന്റെ നട്ടലിനെ ആസ്പദമാണ്. നട്ടല്ലാണ്, പരമശിവന്റെ നട്ടല്ലായിട്ടാണ് അതിനെ കാണുന്നത്, ആ കൊടിമരത്തെ. ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സാക്ഷാൽ വാസ്തുശാസ്ത്ര വിധിപ്രകാരം അല്ലെങ്കിൽ തച്ചുശാസ്ത്ര വിധിപ്രകാരം തന്നെയാണ്. അടിവരയിട്ട് പറയുന്നു, നമ്മൾ ഭവന നിർമ്മാണം നടത്തുമ്പോൾ ഒരു വാസ്തുശാസ്ത്ര വിധിപ്രകാരമുള്ള ഒരു ഭവനങ്ങൾ നിർമ്മിച്ച് നിങ്ങൾ ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ചു ചോദിക്കാം. ഏത് സമയത്ത് നിങ്ങൾ വാസ്തുശാസ്ത്രപരമായി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കാം. ഇന്ന് ബിടെക്കും എംടെക്കും കഴിയുന്ന സിവിൽ എഞ്ചിനീയേഴ്സിന് ക്ലാസ് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഓൾ ഇന്ത്യ റേഡിയോയില് 8:5 ഗ്രാമരംഗം പ്രോഗ്രാമിൽ, ശനിയാഴ്ച ദിവസമുള്ള ഗ്രാമരംഗം പ്രോഗ്രാമിലും സംസാരിക്കുന്നത് ഞാനാണ് വാസ്തുശാസ്ത്രത്തെ കുറിച്ച്. ഇവിടെ ഇന്ന് ഈ പ്രഭാഷണം നടത്തുവാൻ അവസരമൊരുക്കി തന്ന ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇവിടെ നേർച്ചയായി ഈ പ്രോഗ്രാം വെച്ച എന്റെ പ്രിയ സുഹൃത്ത് വിൻഡെക്സ് ടൈലേഴ്സിന്റെ ഉടമയ്ക്കും ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള പരമശിവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സംഘാടകരോട് പറഞ്ഞു, കാരണം എന്റെ പ്രഭാഷണം 2 മണിക്കൂർ അങ്ങോട്ട് കൊടുത്തു. സംഘാടകരോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം എന്റെ സമയം 2 മണിയായിരുന്നു പറഞ്ഞത്, ഇപ്പോൾ സമയം 5:30 ആകാൻ പോകും.
ഏതായാലും നല്ല പ്രോഗ്രാമുകളായിരുന്നു ഇവിടെ നടന്നത്. വളരെ ഭക്തി ആദരപൂർവ്വമുള്ള ഗാനങ്ങളും ഒക്കെ ഞാൻ കേട്ടു. വളരെ നന്നായിരുന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ശിവക്ഷേത്രത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ പരിമിതമായ സമയം കൊണ്ട് വാസ്തുശാസ്ത്രത്തിന്റെ വിശദമായ കാര്യങ്ങൾ പ്രതിപാദിച്ച പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ കാവളായം അനിൽകുമാറിന് തൃക്കണവൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതിയുടെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശ്രീ മഹാദേവന്റെ കാരണത്താൽ എല്ലാവിധ ആയിരാരോഗ്യ ക്ഷേമങ്ങളുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉടൻ തന്നെ നീരാവിൽ ശ്രീ GS പിള്ളയുടെ ശിവമന്ത്രസ്തുതി